ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2047. ഇന്ന് ഓഗസ്റ്റ് മാസം 8-ാം തീയതി 220-ാമത്തെ ദിവസത്തിലെത്തി. കാണാതെ പോയ, അകന്നുപോയ, ഇടറിപ്പോയ ആടിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ പുലരിയിലെ നമ്മളുടെ വ്യാകുല വിചാരം. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് നിന്ന് ക്രിസ്തുയേശു പറഞ്ഞ വളരെ മനോഹരമായ, വളരെ ഹൃദയ ഉലയ്ക്കുന്നൊരു കഥയാണത്. 99-നേക്കാളും കുറച്ചും കൂടി വലിപ്പമുണ്ട് ആ ഒന്നിനെന്ന് നിശ്ചയിച്ച ഏതാണ്ടൊരു തിരുമണ്ടനായ ഇടയൻ മനുഷ്യൻ അല്ലേ? ആരെങ്കിലും അല്ലെങ്കിൽ ബേസിക് കണക്കറിയാവുന്ന ആരെങ്കിലും 99-ഉം ഒന്നും കൂടി ഒന്ന് താരതമ്യം ചെയ്തിട്ട് 99-നേക്കാളും വലുത് ഈ ഒന്നാണെന്ന് നിരൂപിക്കുകയോ നിശ്ചയിച്ചുറപ്പിക്കുകയോ ഇറങ്ങി പുറപ്പെടുകയോ? അവിടെയാണ് ഇടയന്റെ മനസ്സ്. അവിടെയാണ് ദൈവത്തിന്റെ മനസ്സും മനസ്സിലാക്കാനായിട്ട് നമ്മളൊക്കെ എന്തുമാത്രം പരാജയപ്പെട്ട മനുഷ്യരാണ്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ ശരിക്കുള്ള ഇടർച്ചയും പാവവും ഒക്കെ. നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടുന്ന അന്ധകാരത്തിന്റെ ഇടപെടലിനേക്കാളും അപ്പുറത്ത് ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് കഴിയാതെയും പറ്റാതെയും പോകുന്നതാണ്, അല്ലെങ്കിൽ ദൈവത്തെ ഒരു പരിധിവരെ തെറ്റായി മനസ്സിലാക്കുന്നതാണ് നമ്മളുടെ ജീവിതത്തിൽ തിരുത്തപ്പെടേണ്ട കാര്യം. തമ്പുരാൻ ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഞാൻ നീതിമാന്മാരെ, പുണ്യവാന്മാരെ ഒന്നും അന്വേഷിച്ച് വന്നതല്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവരെ ഇഷ്ടമല്ലെന്നോ വെറുക്കുന്നെന്നോ ഒന്നുമല്ല. മറിച്ച് ശരിക്കും ആവശ്യമുള്ള ആരാണ്? മുറിവേറ്റവർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അത് ശാരീരിക മുറിവുകളായാലും മാനസിക മുറിവുകളായാലും പാപത്തിന്റെ ഇടർച്ചയുടെ വടുക്കളായാലും അവരിലേക്ക് എത്താനായിട്ട് കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീണുപോകുന്നവരെയും ചാഞ്ഞു ചെരിഞ്ഞു പോകുന്നവരെയും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ഏതു വിധത്തിലാണ് അവരോട് പ്രവർത്തിക്കാനും പ്രതികരിക്കാനും പറ്റുക? ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഴ്ചയിൽ ഒന്നും കൂടി രണ്ട് ചവിട്ടുക എന്നതാണ് സ്വാഭാവിക മനുഷ്യധർമ്മം. ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്. എന്നാൽ അവിടെ നിന്ന് അവിടെ ആകേണ്ടവനല്ല, അവിടെ ആകേണ്ടവളല്ല എന്നുള്ള ഒരു സ്നേഹം നിറഞ്ഞ വിചാരവും ആകുലതയുമൊക്കെ മനുഷ്യരെക്കുറിച്ച് നമുക്ക് എപ്പോഴാണ് തുടങ്ങുക? അതുകൊണ്ടാണല്ലോ മരുഭൂമിയിൽ അനിശ്ചിതത്വത്തിൽ അല്ലേ, അനിശ്ചിതത്വത്തിൽ 99 അവശേഷിച്ച ആടുകളെ മാക്കിയിട്ട് ആ നല്ല ഇടയിൽ കളഞ്ഞുപോയ, കാണാതെ പോയ, വഴിതെറ്റിപ്പോയി നിന്നെ അന്വേഷിച്ചിറങ്ങുന്നത്. കണ്ടുകിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ചും പറയുന്നുണ്ട്. തോളത്തെടുത്തുകൊണ്ട് വരിക, അയൽക്കാരോടും സ്നേഹിതരോടുമൊക്കെ വിശേഷം പങ്കുവെക്കുക, വലിയ സന്തോഷത്തിന്റെ അനുഭവമാണ്. മടങ്ങി വരുന്ന ഞാൻ ഇടയന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന സന്തോഷങ്ങളുടെ അലകളെക്കുറിച്ച് കൂടി ധ്യാനിക്കണം. മടങ്ങി വരവ് ഇടയന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന വലിയൊരു സന്തോഷത്തിന്റെ അലകളുണ്ട്. മടങ്ങി വന്നേ മതിയാവും. മടങ്ങി വരാനായിട്ട് ഓരോരുത്തരും പ്രാർത്ഥിച്ച് ഒരുങ്ങുക. ആമേൻ.